നമ്മൾ ജ്വല്ലറീസ് ധരിക്കുമ്പോൾ വരുത്തുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്ലോഗ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ജ്വല്ലറീസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് സാധാരണ വരുത്തുന്ന 6 മിസ്റ്റേക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ജ്വല്ലറീസ് എല്ലാം ഉപയോഗിക്കുന്നത് ഒരു ഫെമിനൻ ആയിട്ടുള്ള കാര്യമാണ് എന്നൊരു ചിന്താഗതിയാണ് ആദ്യം പറയാനുള്ള പോയിന്റ്. ഇപ്പൊ നമ്മള് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോത്രങ്ങളിലുള്ളവരും ഗോത്രത്തിലുള്ള ലീഡേഴ്സ് എല്ലാം മെൻ ജ്വല്ലറീസ് ഉപയോഗിച്ചിരുന്നു പണ്ട് മുതൽ തന്നെ. അതുപോലെ തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ആണുങ്ങൾ തന്നെ സ്റ്റാറ്റസിന്റെയും അവരുടെ അധികാരത്തിന്റെയും ഭാഗമായിട്ട് കാണിക്കാൻ വേണ്ടി ഈ ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ ജ്വല്ലറീസ് ഉപയോഗിക്കുന്നത് ഫെമിനൻ ആണെന്ന് ചിന്താഗതി നമ്മൾ മാറ്റേണ്ടതുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ജ്വല്ലറി ധരിക്കുന്ന സിറ്റുവേഷൻ. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ജ്വല്ലറി കയ്യിലുണ്ടാവും. അതുകൊണ്ട് തന്നെ മിക്കവാറും സിറ്റുവേഷനുകളിൽ നമ്മൾ ജ്വല്ലറീസ് ഇട്ടിട്ടായിരിക്കും പുറത്ത് പോകുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ ബിസിനസ് മീറ്റിങ്ങിനോ ഡിസ്കഷനോ പോവുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ജ്വല്ലറീസ് ഒഴിവാക്കണമായിരിക്കും നല്ലത്. കാരണം എന്ന് പറയുമ്പോൾ ബിസിനസ് മീറ്റിംഗ് ഒക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ഫോമൽ ആയിട്ടുള്ള ഡ്രസ്സിലാണ് നമ്മൾ പോകാൻ. അവിടെ നമ്മൾ ഇതുപോലെ ഒരു ജ്വല്ലറി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇൻഫോർമൽ മോഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ജ്വല്ലറീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് ആഭരണങ്ങൾ ഇടുക. അടുത്തതായിട്ട് ആണുങ്ങൾ ജ്വല്ലറി ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് വരുത്തുന്ന മെയിൻ മിസ്റ്റേക്കാണ് കൂടുതൽ ജ്വല്ലറീസ് ഉപയോഗിക്കുക. നമ്മുടെ കയ്യിൽ ധാരാളം ജ്വല്ലറീസ് ഉണ്ടാകും. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ ജ്വല്ലറീസ് നമ്മൾ മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളെല്ലാം ഒരേ സമയം ഈ എല്ലാ ജ്വല്ലറീസും ഇട്ടുകൊണ്ട് പോകാൻ നിൽക്കരുത്. കാരണം അങ്ങനെ ഇടുമ്പോൾ ഒരു ഭംഗി കുറവാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കുറേ ജ്വല്ലറീസ് ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ ജ്വല്ലറി ഇടാൻ ശ്രമിക്കുക. എല്ലാ ജ്വല്ലറീസും ഒരു ദിവസം ഇട്ടാകുമ്പോൾ അതൊരു ഭംഗി കുറവിലേക്കാണ് പോവുക. അടുത്തതായിട്ട് പൊതുവെ വരുത്തുന്ന മിസ്റ്റേക്കാണ് നിങ്ങൾക്ക് യോജിക്കാത്ത ഒരു ജ്വല്ലറി ഇടുന്നത്. ഇപ്പൊ നിങ്ങളുടെ നെക്ലേസ് ആയാലും ബ്രേസ്ലെറ്റ് ആയാലും നിങ്ങളുടെ കൈയുടെ സൈസ് അല്ലെങ്കിൽ കഴുത്തിന്റെ സൈസിനനുസരിച്ചുള്ള നെക്ലേസും ബ്രേസ്ലെറ്റും ഒക്കെ മേടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യോജിക്കുന്നതിനേക്കാളും കൂടുതൽ അളവിലുള്ള നെക്ലേസ് ബ്രേസ്ലെറ്റ് ഇടുകയാണെങ്കിൽ അതൊരു അഭംഗിയിലേക്കാണ് പോവുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ആണുങ്ങൾ പൊതുവെ ജ്വല്ലറി ധരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. നമ്മുടെ ജ്വല്ലറി എന്ന് പറയുന്നത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമായിരിക്കും. അതിൽ കുറേ സ്റ്റോൺസ് ഉണ്ടാവും, നല്ല വില കൂടിയ ലോഹങ്ങളൊക്കെ അതിന് മെറ്റൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ജ്വല്ലറീസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇതിനെന്തെങ്കിലും പറ്റിയാൽ മെയിൻറ്റെയിൻ ചെയ്യാതെ എന്തെങ്കിലും പറ്റിയാൽ നല്ലൊരു ലോസ് ആണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. ആ ജ്വല്ലറിയിൽ നല്ലൊരു ലോസ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജ്വല്ലറി ഉപയോഗിക്കുമ്പോൾ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു മെയിൻ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ആണുങ്ങൾ പൊതുവെ ജ്വല്ലറീസ് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ മോതിരം ആയാലും ബ്രേസ്ലെറ്റ് ആയാലും നമ്മൾ കയ്യിലിട്ടുകൊണ്ട് കുളിക്കാറുണ്ട്. ഇങ്ങനെ ജ്വല്ലറീസും മറ്റും എല്ലാം ദേഹത്ത് ഇട്ടുകൊണ്ട് കുളിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം വെച്ചാൽ കുളിക്കുമ്പോൾ സോപ്പും വെള്ളമായിട്ടൊക്കെ ഈ ജ്വല്ലറീസിന് കോണ്ടാക്ട് വരികയും അത് പിന്നെ അതിന്റെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ സോപ്പും വെള്ളമായിട്ട് ജ്വല്ലറീസിന് കോണ്ടാക്ട് വരുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ കുളിക്കുന്ന സമയങ്ങളിൽ ജ്വല്ലറീസ് ഇടാതിരിക്കുക. അപ്പൊ ഈ മിസ്റ്റേക്സുകളാണ് നമ്മൾ ഈ വീഡിയോ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ജ്വല്ലറീസ് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ മിസ്റ്റേക്സ് മാത്രമായിട്ടില്ല, നിങ്ങൾക്ക് 6 ഒരു ടിപ്സ് കൂടെ ആയിട്ട് നമുക്ക് ഈ മിസ്റ്റേക്സിന് എടുക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം ജ്വല്ലറി ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക.